to submit an application before the registering authority seeking for a registration with his employer to act as attached employees of that particular employer. അതിന്റെ അർത്ഥം ഞാൻ ചുമട്ടുതൊഴിൽ ചെയ്യുന്നത് എന്താണ്? ഈ തൊഴിൽ ഈ സ്ഥാപനത്തിൽ മാത്രം. ഞാൻ സ്കാറ്റേർഡ് എംപ്ലോയി അല്ല. എനിക്ക് ആ പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പോകാൻ പറ്റില്ല. ഞാൻ ഈ സ്ഥാപനത്തിൽ ഇരിക്കും. ഒരു ലോഡ് വരുന്നു, എന്റെ ജോലി വേറൊന്നുമില്ല, വെറുതെ ഇരിക്കുക. ഒരു ലോഡ് വരുന്നു, ഞാൻ ഇറക്കി വെക്കുന്നു, കയറ്റി വെക്കുന്നു, ഉണ്ടാതിരിക്കുന്നു. എന്റെ ജോലി ഹെഡ് ലോഡ് വർക്കറാണ്. That's why it's called attached head load worker. So in practical sense, that will be rejected. Yeah, that will be rejected that you are not already working there. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ക്യൂസ് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നില്ല, സ്ഥാപനം പ്രവർത്തിക്കാൻ ലൈസൻസ് ഇല്ല, നിങ്ങൾ അവിടെ മുൻപ് തന്നെ ഹെഡ് ലോഡ് വർക്കറായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെ തർക്കങ്ങൾ ഉന്നയിക്കും. You have to keep in mind, our own High Court reiterate that. മുൻപ് തന്നെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവുമെന്നാണ് നമ്മുടെ ഹൈക്കോടതി ചോദിച്ചത്. കാരണം സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് ഹെഡ് ലോഡ് വർക്കറായി പ്രവർത്തിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം. ഇറ്റ്സ് മാൻഡേറ്ററി പ്രീ കണ്ടീഷൻ. പക്ഷെ റിജക്ട് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ഓൾറെഡി പ്രവർത്തിച്ചു വരുന്നില്ല, അതുകൊണ്ട് റിജക്ട് ചെയ്യുന്നതാണ്. സോ ദീസ് ആർ കോൺട്രഡിക്ടറി. ഞാൻ പ്രവർത്തിക്കാതെ എങ്ങനെ എനിക്ക് ഹെഡ് ലോഡ്, ഞാൻ പ്രവർത്തിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ വേണം. രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്താൽ സാർ കോൺട്രഡിക്ടറി എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, റിജക്ട് ചെയ്തിട്ടുണ്ട്. മുൻപ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. He can apply, a fresher can apply to get himself registered as a head load worker. അപ്പൊ നമ്മൾ ഈ സ്ഥാപനത്തിലെ അറ്റാച്ച്ഡ് ആൾക്കാരെ ഈ പൂൾ ഏരിയ ആണെങ്കിൽ ക്ലോസ് 6A അനുസരിച്ച് രജിസ്ട്രേഷൻ അപേക്ഷിക്കും. സ്കാറ്റേർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏരിയ അല്ലെങ്കിൽ 26A കാർഡിന് വേണ്ടി നമ്മൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസറിന്റെ ആപ്ലിക്കേഷൻ നൽകും. ഫോം 11 അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എംപ്ലോയർ ആരാണ്. അപ്പൊ നമ്മളുടെ സ്ഥാപനത്തിന്റെ പേരെഴുതും, ഞാൻ എംപ്ലോയർ എന്ന് പറയും. പുള്ളി റിജക്ട് ചെയ്യും, ALO റിജക്ട് ചെയ്യും. Obviously he will reject. Then I am explaining the practical method that we are experiencing. All of us are experiencing. That is, if the reject ചെയ്യുമ്പോഴത്തേക്ക് then appeal has to be given, statutory appeal. That also will be rejected. Then we have to take up the matter to the High Court. Only from the direction from the High Court, the attached laborers will be provided with card. High Court പറയും, കാരണം സെറ്റിൽഡ് പൊസിഷൻ ആണ്, അറ്റാച്ച്ഡ് ലേബറേഴ്സ് ആണ്, ബാക്കി കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, യു പ്രൊവൈഡ്. ഒരു കേസിൻ്റെ അകത്ത് ഇതുവരെ പറഞ്ഞു, ഈ ആൾക്കാര് അവിടെ ജീവനക്കാരാണെന്ന് കാണിക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇല്ല. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇല്ലാതെ അവരെങ്ങനെ ജീവനക്കാരാണെന്ന് കാണിക്കും? അവർ ഹെഡ് ലോഡ് വർക്കേഴ്സ് നിയമിച്ചു എന്ന് എങ്ങനെ കാണിക്കും? അതുകൊണ്ട് റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. Then court said, when the employer himself says that he has enrolled these persons to act as head load workers, no further proof is necessary. This is sufficient, and directed the registering authority to issue a registration certificate. So only by that process, ഈ പറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ലേബറിന് വെക്കാൻ പറ്റൂ. അങ്ങനെ ഇതിനിടയ്ക്ക് സമരം വരും. സമരം വരുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ, ആസ് യു നോ, പോലീസ് പ്രൊട്ടക്ഷൻ പോവുക, അവരെ ഒരു 200 മീറ്റർ മാറി സമരം ചെയ്യാൻ പറയുക. പക്ഷെ എപ്പോഴും പ്രാക്ടിക്കലി നല്ലത് ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ നടപടിക്രമങ്ങളെല്ലാം ചെയ്തു വെച്ചാൽ ആരംഭിക്കുന്നത് തന്നെ അറ്റാച്ച്ഡ് ലേബർ ഹെഡ് ലോഡ് വർക്കേഴ്സ് ആയിട്ട് ആരംഭിക്കാം. അതെപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കണം. ഒരു സ്ഥാപനം ആരംഭിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ we can very well advise them to avail the service. കുറച്ച് ജീവനക്കാരെടുക്കുക, 5-6 പേരെ ഹെഡ് ലോഡ് വർക്കർ ആയിട്ട് തന്നെ എടുക്കുക. അവർക്ക് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതുപോലെ റിജക്ട് ചെയ്യും, സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ പോകും, അത് റിജക്ട് ചെയ്യും, ഹൈക്കോടതിയിൽ പോയി ആ ഡയറക്ഷൻ കിട്ടുന്ന ആ പ്രൊസീജിയറും ആ സമയവും എല്ലാം നമുക്ക് വിനിയോഗിക്കാം. സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, ഈ അറ്റാച്ച്ഡ് ലേബറേഴ്സിനെ കൊണ്ട് തന്നെ ഹെഡ് ലോഡ് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. So this is the statute, you can say, which is governing the terms of employment, wages payable, etc. to the head load workers in our state. That is the Kerala Head Load Workers Act 1978 and the Kerala Head Load Workers Rules 1981. Clear? Also there is another one, that is Kerala Head Load Workers Welfare Fund Act is there, another one that is constituted for the
benefit or well-being or the head load workers in our state. Hope this area is also then we can move on to the next one, that is Payment of Substance Allowance Act. That is also a state enactment, Kerala Payment of Substance Allowance Act 1972, and the rules is 1974. Clear? The rules is 1974. This provides for providing subsistence allowance to employees who are placed under suspension pending disciplinary proceedings. As we all know, suspension is not a punishment. Every employer can suspend employee pending disciplinary proceedings. And the settled position of law is the same can be challenged on the reason that the order of suspension has been inflicted by an incompetent authority. Suspend ചെയ്യാൻ അധികാരമില്ലാത്ത ആള് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് സാധാരണയായിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏകമായ ഗ്രൗണ്ട്, because it is not a punishment. And for the sustenance of industrial employees in our state, because when they are kept out of job, naturally it goes without saying that they will not be provided with any monthly wages. So when a person has been kept out of job and consequently kept out of any remuneration or wages, he along with his family will be exposed to hardship and difficulties. So that's why, in tune with the statute, our own state legislature has enacted Kerala Industrial Employees Payment of Substance Allowance Act 1972 and Kerala Payment of Substance Allowance Act 1972 and Rules 1974. ഒരു വളരെ ചെറിയ statute ആണ്. And അത് ഓർക്കേണ്ട ഒന്നേ ഉള്ളൂ. The first 3 months, 50% of the wages has to be provided as substance allowance. After 3 months, up to 90 days, that is 6 months, 75% of the wages has to be provided as subsistence allowance to the suspended employee. And after 180 days, the full salary means the remuneration that is payable to the employee had he been in service, except bonus and other traveling allowances, etc., has to be provided upon the expiry of 180 days. So this is the scheme of the state. കാരണം ഇങ്ങനെ ഒരെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനതാ പറഞ്ഞത്, സസ്പെൻഷൻ പണിഷ്മെന്റ് അല്ലാത്തത് കൊണ്ട് ചലഞ്ച് ചെയ്യാറില്ല, കോടതി എന്റർടൈൻ ചെയ്യാറില്ല. അപ്പോൾ നമുക്കൊരു ജീവനക്കാരന് താല്പര്യമില്ല, സസ്പെൻഡ് ചെയ്ത് പുറത്തൊക്കെ നിർത്തിയാൽ മതി ഇൻഡെഫിനിറ്റ് ആയിട്ട്. So this statute provides that if the disciplinary proceedings are not being or reached a conclusion within a maximum time span of 190 days, then the employer shall provide full wages to the employee. എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം, എത്ര ദിവസമാണെങ്കിലും അങ്ങനെ എടുക്കുന്ന സമയങ്ങളിലെല്ലാം ഫുൾ വേജസ് കൊടുക്കണം. അല്ലേ? നമ്മള് similar in this situation, it is worthwhile to go back to section 17B. 17B is under Industrial Disputes Act. That is, when a person has been dismissed from his employment by the employer, and consequent to which that employee has raised an industrial dispute, and eventually award has been passed by the labor court or industrial tribunal directing reinstatement, and in spite of such direction, if the employer prefers or chooses to challenge the same before the High Court, then till the pendency or till the final disposal of that petition challenging the award passed by the adjudicatory body, section 17B mandates that the employee shall be provided with full wages against an application supported by an affidavit
filed by the concerned employee. Number 17B in the parallel to clear. So this is the scheme of the statute. And as per this statute, it is a mandatory legal liability or a mandatory duty that is fastened upon the employer. And if the employer fails to pay this substance allowance, the same can be recovered by him against an application moved by the employee and can be recovered as in the case of a revenue recovery. Revenue recovery നടപടിക്രമങ്ങളായിട്ട് അതിനെ ഈടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് സാധാരണ വരുന്ന ഒരു ക്രൂഷ്യൽ ആസ്പെക്ട് ഒന്നേ ഉള്ളൂ ഓർത്തിരിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നു, ഒരു കൊല്ലം സസ്പെൻഷൻ ഡിസിപ്ലിനറി ആക്ഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കൊല്ലം എടുത്തു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ കൺക്ലൂഡ് ചെയ്തു, പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു വിട്ടു. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് സബ്സ്റ്റൻസ് അലവൻസ്? കാരണം പുള്ളി സേ ഫോർ എക്സാമ്പിൾ charge of misappropriation has been leveled against the employee. Misappropriation. And eventually, upon completion of the inquiry proceedings, it was proved that the act of misappropriation alleged stands proved in the course of inquiry. Clear? So eventually, by accepting the finding, the delinquent employee was dismissed from service by the employer. So what will happen to the substance allowance? The statute is very clear. It is not recoverable. അതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഇമ്മറ്റീരിയൽ ആണ്. അത് റിക്കവർ ചെയ്യാനോ അത് ഈടാക്കാനോ അതിനൊന്നും യാതൊരുവിധ സ്കോപ്പും ഇല്ല. ഒരു ആസ്പെക്ട്. ഇനി അടുത്ത പോസിബിലിറ്റി, ദാറ്റ് ഇസ് ഇഫ് ദ എംപ്ലോയി വാസ് എക്സോണറേറ്റഡ് ഫ്രം ദ ചാർജസ് or if he got dismissed by the employer and subsequently reinstated by way of an award passed by the adjudicatory body with back wages, then the balance amount due after setting off the amount already paid to him as substance allowance can be claimed by the employee and can be recovered from the employer. Clear? ഞാൻ ഇത്രയും എന്തെങ്കിലും ഒരു ഡിസ്കഷൻ പാർട്ട് പ്ലീസ്, ഇത്രയും പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് participant can raise your question or you can clarify the doubts, please. No. If ഞാനൊരു ഡിസ്കഷൻ ലൈവ് ആക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു അടുത്ത സ്റ്റാറ്റ്യൂട്ടിലോട്ട് പോകണം, അത്രേ ഉള്ളൂ. Yes. ഒരു മോണോലോഗ് പോകുന്ന ഒരു സുഖമില്ല, അതുകൊണ്ടാണ് ഒരു ഡയലോഗ് പോലെ ഇവരെ പറഞ്ഞതിന്റെ അകത്തുനിന്ന് രസത്തിൽ ഇങ്ങനെ കേട്ടിങ്ങനെ പോവായിരുന്നു സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. അതെങ്കിലും ഒരു ഡിസ്കഷൻ ആണെങ്കിൽ ലൈവ് ആയത് ഏതാണ്? യെസ്, ദെൻ ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഒരു സപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം കൂടെ പറയാം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരു ഡിസ്കഷനിലോട്ട് തിരിച്ചു വരാം. ദാറ്റ് ഈസ് കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട്, ദാറ്റ് ഈസ് 2006. ദാറ്റ് ഈസ് ഓൾസോ അവർ ഓൺ സ്റ്റേറ്റ് ഇനാക്ട്മെന്റ്. കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് Workers Welfare Fund Act 2006. This statute mandates that every employer is supposed to get itself registered under this fund. A board has to be constituted, and every employer in our state is supposed to get itself registered with that under this statute. And similar to, as we have discussed, എന്താണ് നമ്മുടെ EPF പോലെ, പ്രൊവിഡന്റ് ഫണ്ട് പോലെ, അല്ലെങ്കിൽ ESI പോലെ ഒരു കോൺട്രിബ്യൂഷൻ, ഇത് വളരെ നെഗ്ലിജിബിൾ ആണ്, ഒരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ അകത്തോട്ട് അടയ്ക്കുക അഗൻസ്റ്റ് ഈച്ച് എംപ്ലോയി. ഗവൺമെന്റ് ഒരു കോൺട്രിബ്യൂഷൻ വെക്കും. സോ ഫണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നു. ഈ ഫണ്ട് വന്നിട്ട് ഈ ബോർഡ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവരുടെ ബെനിഫിറ്റിന് വേണ്ടി, അതായത് ഈ ഷോപ്പിലെ ഈ ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യും. ക്ലിയർ?
ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അസുഖം വരുന്നു, ജോലി ചെയ്യാൻ പറ്റാതെ വരുന്നു, ഒരു ആക്സിഡന്റ്, ഒരു ഫിസിക്കൽ ഇൻഫോർമിറ്റി വരുന്നു, അതല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റി പീരീഡിൽ വരുന്നു, അതല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ഡെത്ത് ഒരു ഫ്യൂണറൽ എക്സ്പെൻസസ്, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദ ഇവന്റ് ഓഫ് മാരേജ് ഓഫ് ഡോട്ടേഴ്സ് ഓഫ് ദ എംപ്ലോയീസ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്റൻഷൻ എന്താണെന്നൊക്കെ സ്പെസിഫൈ ഡെഫിനിഷൻ ക്ലോസിൽ തന്നെ പറയുന്നു. ഇത് ഒരെണ്ണം ഓർക്കുക. ഞാനിത് പറയാൻ കാര്യം വേറൊന്നുമല്ല, ഇതിൻ്റെ അത് വേറൊരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, ലേബർ വെൽഫെയർ ഫണ്ട് ആക്ട് 1975 എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഇനാക്ട്മെന്റ് ഉണ്ട്. ലേബർ വെൽഫെയർ ഫണ്ട് ആക്ട് 1975. ഇതിൻ്റെ അകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ലേബർ ഫണ്ട് 1975 സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടിന്റെ അകത്ത് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സിന് മാത്രമാണ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓഫ് സെൻട്രൽ ആസ് വെൽ ആസ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്നുള്ള വാക്കല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറഞ്ഞത്. സോ ഓൾ അതർ industrial, commercial, other establishments will fall within the ambit of that act, and they are bound to enroll itself and pay contribution with respect to their employees. അവിടെ ഒരു FCIയുടെ കേസിൻ്റെ അകത്തുണ്ട്, നമ്മുടെ ഹൈക്കോടതിക്കകത്ത് വന്നിട്ടുണ്ട്. FCI കേസിൻ്റെ അകത്ത് ഈ ലേബർ വെൽഫെയർ ഫണ്ട് ആക്ടിന്റെ അകത്ത് അവർ എൻറോൾ ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന്റെ അകത്താണ് അവര്, ദാറ്റ് ഇസ് ദ ഒബ്ജെക്ഷൻ ദാറ്റ് വാസ് റേസ്ഡ് as since the FCI has been constituted by way of a central enactment and it is under the direct control of the central government, it is an extended arm of the central government, this statute will fall within the ambit of the exemption clause. നമ്മുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞു അതിൽ കാര്യമില്ല, സെൻട്രൽ ഗവൺമെന്റ് അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് ആകുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ അകത്തുള്ള ഒരു മാൻഡേറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ അതല്ല. ഇറ്റ് ഷാൽ ബി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ബോഡി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് ആരാണ് എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ള വ്യൂ ആണ് ഹൈക്കോടതി എടുത്ത FCI കേസിന്റെ. ഞാൻ ഇവിടെ ഇപ്പൊ പറയാൻ കാര്യം, ഈ കേരള എന്താണ് ഈ സെക്ഷൻ 3 ക്യാപിറ്റൽ ഓഫ് ദ കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വെൽഫെയർ ഫണ്ട് ആക്ട് അനുസരിച്ച് ഏതൊരു തൊഴിലാളിയും ഈ കേരള സ്റ്റാറ്റ്യൂട്ടിന്റെ അകത്ത് മെമ്പർ ആകുന്നു, ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് he ceases to continue as a member of the 75 enactment. ലേബർ വെൽഫെയർ ഫണ്ട് ആക്ടിന്റെ കീഴിലുള്ള മെമ്പർ അല്ലാണ്ടാകുന്നു. ഇൻ അതർ വേർഡ്സ്, കേരള ഇനാക്ട്മെന്റ് ആക്ട് അനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി, സെൻട്രൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പോകണ്ട. അങ്ങനെ ഒരു പ്രൊവിഷൻ ഈ ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനകത്ത് ഉണ്ട്. സോ അതൊരു പ്രാക്ടിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. സോ ബെറ്റർ ടു advise our client to register themselves under the Kerala Shops and Commercial Establishment Workers Welfare Fund Act 2006 and to contribute against the employees engaged by them. Then another small enactment, though a small enactment, we can find, that is Kerala Industrial Establishment National and Festival Holidays Act 1958. 1958 കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബ്രാക്കറ്റിലെ നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേസ് ആക്ട് 1958 ആൻഡ് റൂൾസ് 1959. ഈ സ്റ്റാറ്റ്യൂട്ടും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ വന്നു നോട്ടീസ് ചെയ്താൽ he can impose fine or initiate cognizance in case of non-compliance, because this statute mandates that every establishment shall submit an application with the concerned officers nominated or appointed by the Kerala government, intimating the annual holidays decided by the establishment along with their employees. 4 holidays, അതായത് Republic Day, Independence Day, May Day, as well as October 2nd. This shall be mandatory. And in addition to that, 9 holidays also has to be provided as festival holidays.
But that 9 can vary according to the area of operation, the peculiarities of the areas of operation of the establishment. ഓരോ ഏരിയയുടെ അടുത്ത് ആ ഒരു പ്രാധാന്യം അനുസരിച്ച് ഈ ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് മാറ്റാം. എങ്ങനെ? That is mutual consensus arrived between employer and employee. And if the employer and employee mutually agrees that these will be the 9 festival holidays so far as our establishment is concerned, if they arrive at such a consensus, an application has to be submitted by the employer with the concerned officer by submitting an application by detailing the agreed holidays that is applicable to his establishment. And also the same has to be exhibited in the establishment. അതും ഓർക്കണം. അവിടെ എക്സിബിറ്റ് ചെയ്യുകയും വേണം. എക്സിബിറ്റ് ചെയ്ത് ഇന്നതാണ് അവധി എന്ന് എക്സിബിറ്റ് ചെയ്യണം. അതാണ് ഈ ഹോളിഡേയ്സിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ളത്. Then wages has to be given to such holidays. But at the same time, Section 4 mandates that if the employer requires, he can ask the employee to report for duty in holidays for specific reasons. കാര്യം പറഞ്ഞുകൊണ്ട് ജോലി ഹാജരാവാൻ നിർദ്ദേശിക്കുകയും ചെയ്യും. ഈ കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഞാൻ ഓർക്കുക, അവേഴ്സ് ഓഫ് വർക്ക് പറയുന്നുണ്ട്. 4 മണിക്കൂർ കൂടുതൽ പാടില്ല, റെസ്റ്റ് അവേഴ്സ് വേണം. ഇതെല്ലാം അവിടെ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ സ്ഥാപനം തുറക്കുന്നത് തന്നെ റീസണബിൾ ടൈം ആയിരിക്കണം, ക്ലോസ് ചെയ്യുന്ന റീസണബിൾ ടൈം ആയിരിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം the government is having power to exempt the application of the provision. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ അകത്ത് അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ അകത്ത് ഇതിന് ഒരു പ്രൊവിഷനും ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാധകമല്ല. ഡോക്ടേഴ്സ് ക്ലിനിക് ബാധകമല്ല. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ റൂളിംഗ് ഉണ്ട്, ലോയേഴ്സ് ഓഫീസ് ഫേം ഷോപ്പോ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റോ അല്ല. പ്രശ്നം ഈ സേ ഫോർ എക്സാമ്പിൾ ബാർ ഹോട്ടലിന്റെ അകത്ത് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഡെഫിനിഷനിൽ വരും. അപ്പോ സ്പാൻ ഉണ്ട്. 10 hours കൂടുതൽ, ഈ 42 hours 8 hours കൂടുതൽ വരാൻ പാടില്ല. ഇൻക്ലൂഡിങ് ഓവർ ടൈം 10 hours കൂടുതൽ സ്പ്രെഡ് ഓവർ പാടില്ല ഒരു ദിവസം, ഇൻക്ലൂഡിങ് ഓവർ ടൈം. 2 മണിക്കൂറിന് ഓവർ ടൈം വേജസ് കൊടുക്കണം. But that is not applicable to a bar hotel. Clear? So that was challenged. That court said that the restrictions pertaining to time and working of bar hotel is governed by a distinct statute. So that has to be controlled by that statute. അതുപോലെ അവിടെ എന്താണ് നമ്മുടെ ഈ ഷോപ്സ് ആക്ടിൽ പറയുന്നുണ്ട് വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, സ്പ്രെഡ് ഓവർ എത്രയാണ്, ഓവർ ടൈം എത്രയാണ്, വീക്ക്ലി അവേഴ്സ് എത്രയാണ് പറയുന്നുണ്ട്. Similarly, the holidays also has been regulated by this statute. Shops Act lo und holidays 12 days plus 12 plus 12 leave etra venam kodukkendadennu adil parayunnundu. Clear? So these are the important statutes. Idu mathramannalla njan parayunne vereyum statutes undu, but these are the important statutes. Nammade oru day to day life il nammal ആവശ്യമായി വരുന്നതോ ചർച്ചയ്ക്ക് വരുന്നതോ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നതോ ആയ സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞത് ബേർഡ്സ് വ്യൂ. ഇൻഡെപ്തിലല്ല, ഇൻഡെപ്തില് പോവാൻ ഈ സമയപരിധി പോരാ. ഇറ്റ്സ് എ ബേർഡ്സ് വ്യൂ ഇൻ ദീസ് വിത്ത് റെസ്പെക്ട് ടു ദീസ് സ്റ്റാറ്റ്യൂട്ട്സ്. എന്തെങ്കിലും പ്ലീസ് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ. Participants can clear their doubts if any. If anyone does not have any specific, please mute the mic. തോട്ടം മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഇത് ബാധകമാണ്. പ്ലാന്റേഷൻ ലേബേഴ്സ്. യെസ് പ്ലാന്റേഷൻ ലേബറിന് വേറെ ആക്ട് ഉണ്ട്. പ്ലാന്റേഷൻ ലേബറിന്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് വേറെ സ്റ്റാറ്റ്യൂട്ട് തന്നെ ഉണ്ട്. പ്ലാന്റേഷൻ ലേബേഴ്സ് വർക്കേഴ്സ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എങ്കിലും നമ്മളുടെ ഈ ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ കീഴിൽ അവര് പെടുന്നില്ല. നമുക്ക് സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ട് അതിനുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടില് റീസെന്റ് ആയിട്ടൊരു കേസ് നടത്താനിടയായി. അപ്പൊ അതില്
റഫർ ചെയ്ത മാറ്റർ ആണ്, ഡിനയൽ ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. അപ്പോ ഇത് വർക്കർ ഓണർ തന്നെ പറഞ്ഞു ഇത് എൻ്റെ എംപ്ലോയി അല്ലാന്ന്. ഞാനത് എന്താ പറയാ കാണിച്ചു കൊടുത്തു, എംപ്ലോയ്മെന്റ് ലെറ്ററും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അവസാനം ഇവരുടെ വർക്കറുടെ അനുവാദത്തോ ഈ മാനേജ്മെന്റ് അനുവാദത്തോടു കൂടിയിട്ട് ഇയാൾ വളരെ നിസ്സാര ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന. അപ്പോ വേറെ ഒരു സ്ഥാപനത്തില് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം സ്ഥാപനത്തിൽ ജോലി കിട്ടി. അപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ പിന്നെ അയാൾക്ക് ജോലിയില്ല. കുറെ തവണ വാതിലൊക്കെ മുട്ടി നോക്കി, ഒരു രക്ഷ ഉണ്ടായില്ല. അവസാനം അയാളെ അയാള് എന്ത് ചെയ്തു, അയാളുടെ മാന്യതയ്ക്ക് അയാൾ റിസൈൻ ചെയ്ത് അയാള് ഒരു സ്ഥാപനം തുടങ്ങി. ഇപ്പൊ എന്താ പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ ആ സ്ഥാപനം എൻ്റെ ഫ്രോഡ്, അതായത് അതിന് ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുവിധ ഒരുപാട് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, ഒരുവിധ ഡോക്യുമെന്റ്സോ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല. ഇതൊന്നും അവാർഡിൽ പറഞ്ഞിട്ടുമില്ല. അവാർഡിൽ എന്തെങ്കിലും പറയേണ്ട ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു അവാർഡ് ഇങ്ങനെ പാസ്സാക്കുക ചെയ്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ കുറച്ച് നമ്മുടെ കുറച്ച് ലാക്കുനയുണ്ട്. അത് ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. കാരണം ഒരാളുടെ ജീവിത പ്രശ്നമാണ്. അപ്പം അയാൾ റിസൈൻ ചെയ്തു, റീഇൻസ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടില്ല. അയാളുടെ ടു അക്കൗണ്ട് ഹിസ് ലിവിങ് ഹി റിസൈൻ ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ഓൺ സ്മോൾ ബിസിനസ്. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന അവാർഡില് ഞാൻ ഇതില് രജിസ്ട്രേഷന്റെ കാര്യങ്ങളോ മറ്റേ ഇതെല്ലാം എക്സ്പോസ് ചെയ്തു. പക്ഷെ ഒന്നും ഒരു വിധത്തിലും ഒരു സ്ഥലത്തും ഒന്നും കാണിച്ചിട്ടുമില്ല. അപ്പോ ഇങ്ങനൊരു ഇത് വന്നപ്പോ പിന്നെ നമുക്കിനി വേറെ വഴിയില്ല, ഇനി മേലോട്ട് പോകാനും സാധിക്കില്ല. ഞാൻ പറഞ്ഞു, അഡ്വൈസ് ചെയ്തു, ഇത് നമ്മുടെ തലയിലെഴുത്താന്ന് പറഞ്ഞു. അതേ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് രണ്ട് ആസ്പെക്ട് എന്ന് വെച്ചാൽ, ഒന്ന് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 18 എടുത്ത് ഉടനെ നമ്മൾ അതല്ല ഒന്നുമില്ല. എന്താ കാരണം? ഇത് എല്ലാം A to Z ഞാൻ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പഠിച്ചിട്ട് ഞാൻ പോയിട്ട് ഞാൻ ചെയ്ത. ഒരു ആസ്പെക്ട് ഞാൻ പറഞ്ഞോട്ടെ. അതായത് വെൽഫെയർ ഫണ്ടും ഇല്ല, ഒന്നും A to Z ഞാൻ പഠിച്ചു ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. പക്ഷെ എന്തെങ്കിലും അതിലൊന്ന് എഴുതി കാണിക്കണ്ടേ ഇത് എംപ്ലോയി ആണ് എന്നുള്ള. ഈ ഒരു ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സർവീസ് എഞ്ചിനീയേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് അത് വർക്ക്മാൻ ആണ്, എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അതിനെ കുറിച്ച് വർക്കറാണ്, എംപ്ലോയി ആണ് എന്നുള്ള പറയാനുള്ള എല്ലാ ഡോക്യുമെന്റ്സ് കാണിച്ചു കൊടുത്തിട്ടും അത് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇതിന്റെ സെക്ഷൻ 18 അനുസരിച്ച് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണേഴ്സ് ആണ്. ഈ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ എന്ന് പറയുന്നത് അവര് ഒരിക്കലും ഒരു ലീഗൽ ട്രെയിനിങ്ങോ ഇതിന്റെ പ്രൊസീജിയറോ അറിയുന്നവരല്ല. അല്ല, ഇത് ലേബർ കോടതിയില്ല ഇത് നടന്നത്. ലേബർ കോഡിൽ ഇത് വെച്ച് പറ്റില്ല. ലേബർ കോഡിൽ പോകണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റേസ് ചെയ്തേ ലേബർ കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റേസ് ചെയ്തിട്ടാണ്. പിന്നെ ഷോപ്സ് ആക്ട് അനുസരിച്ചല്ല. അല്ല, ഇൻഡസ്ട്രിയൽ എന്നിട്ട് അതില് ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ വരുന്ന സെന്റർ ആണെന്ന് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ ഒന്നും അതിനെ പറ്റിയ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2015 ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. 2015 അമെന്റ്മെന്റ് പ്രകാരം ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ അകത്ത് എംപ്ലോയറിന്റെ ഡ്യൂട്ടി ആക്കി മാറ്റി തൊഴിലാളികൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുക, സർവീസ് അതൊക്കെ ഞാൻ പറഞ്ഞു. അല്ല, അത് തന്നെ. അപ്പൊ ഒരു IA ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുത്തത് ഡിനൈ ചെയ്തു. പക്ഷെ എന്നാൽ ഇവര് കേൾക്കണല്ലേ, ജഡ്ജ് എന്തെങ്കിലും അതിനെപ്പറ്റി ഇത് ഒന്നും നോക്കണ്ടേ അല്ലേ? ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വർക്കറുടെ അടുത്ത് പറഞ്ഞു, ഇത് നമ്മുടെ തലവിധിയാണ്, ഈശ്വര നിശ്ചയാണ്, നമുക്കിനി മേലോട്ടേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഞാൻ ധരിച്ചത് ഇദ്ദേഹം അപ്പലേറ്റ് അതോറിറ്റി പോയി. അതാ ഞാൻ പറയാൻ ലീഗൽ ട്രെയിനിങ് ഉള്ള ലേബർ കോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായത്. ലേബർ കോർട്ട് എന്ന് പറയുന്നത് ആസ് പെർ ദ ഐഡിയ ആക്ട് ലേബർ കോർട്ട് ഷാൽ ബി
the vacancy of labor court shall be filled by, or in other words, senior most judges in the cadre of district judges are to be appointed as labor courts. Statute തന്നെ അങ്ങനെയാ പറയുന്നത്. സീനിയർ ഡിസ്ട്രിക്ട് ജഡ്ജിനെ ആക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ സ്കീം. അപ്പൊ ലേബർ കോഡ് എന്ന് ജില്ലാ ജഡ്ജിയാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ എതിരായിട്ട് കണ്ടിരിക്കാം. Only possible way out is to take up the matter before the High Court. ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് അതിൽ എഴുതിയിട്ട് പിന്നെ എന്താ വെച്ചാൽ കൺക്ലൂഷൻ ആയിക്കോട്ടെ. We are not, but nothing is there. ചില കേസിന്റെ തലവഴി എന്ന് വെക്കാം. അതല്ലാതെ വേറെ മാർഗമില്ല. Only option is to take that to High Court. അല്ല, അയാളുടെ വയറ്റപ്പഴപ്പാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ തലവരിയാണെന്ന് പറഞ്ഞു. Yes. Sir, on doubt. Hello. ചോദിച്ചോളൂ. Sir, ഈ പാർട്ട്ണർഷിപ്പ് ഫൈനാൻഷ്യൽ ഫേമാണ്. അപ്പൊ അത് നമ്മൾ ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടത്. ലെവേഴ്സ് ഇല്ല, എല്ലാം പാർട്ട്നേഴ്സ് ആൾക്കാർ തന്നെയാണ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്, ഫിനാൻഷ്യൽ ഫേമാണ്. അപ്പൊ അതിനകത്ത് പാർട്ട്നേഴ്സിന്റെ ആൾക്കാർ തന്നെയാണ് അത് ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഇതുണ്ടോ? അല്ല, എന്ത് കമേഴ്ഷ്യൽ, അതായത് സെക്ഷൻ വളരെ ക്ലിയർ ആണ്. കമേഴ്ഷ്യൽ ആക്ടിവിറ്റി വളരെ എക്സോസ്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. കമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുന്നു, അത് എസ്റ്റാബ്ലിഷ്മെന്റ് സംബന്ധിച്ച്, ഷോപ്പിനെ സംബന്ധിച്ച്, എനി ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സർവീസസ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പെർവ്യൂലായി കഴിഞ്ഞു. They have to get register under this statute. രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ലെങ്കിൽ പോലും ഇതിന്റെ പ്രൊവിഷൻസ് എല്ലാം നിർബന്ധമുണ്ടല്ല, ചെയ്തില്ലെങ്കിൽ പോലും നിർബന്ധമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ദീസ് പ്രൊവിഷൻസ് ആർ ആപ്ലിക്കബിൾ ടു സച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. ഇൻസ്പെക്ടർ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് തുടർന്ന് നടപടികൾ കൈക്കൊള്ളാം. രജിസ്റ്റേർഡ് ആണ്, പക്ഷെ എംപ്ലോയീസിന് ഇതായിട്ടില്ല. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് തന്നെയാണ് എംപ്ലോയീസ്. പിന്നെ എംപ്ലോയീസ് ഇല്ല. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ മക്കള് അവര് തന്നെ അതിനകത്ത് എംപ്ലോയീസ് ഇതിലില്ല. When their names are born in the rolls and they are provided with monthly wages against the service availed from them, they are employees in the eyes of law. അത്രേ ഉള്ളൂ, അവര് ജീവനക്കാർ തന്നെയാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, മറ്റേ സ്റ്റോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 18 അനുസരിച്ചിട്ട് ഡിസ്മിസലിനെതിരായിട്ട് അപ്പീൽ ഉണ്ടെന്ന് പറയുന്നത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി അപ്പീലാണല്ലോ. സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ സെക്ഷൻ 18 സ്റ്റാറ്റ്യൂട്ടറി അപ്പീലാണ് ബിഫോർ ദ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ. കറക്റ്റ്. എന്റെ സംശയം എന്ന് പറഞ്ഞാല് സെയിം ഡിസ്മിസലിനെതിരെ നമുക്ക് ലേബർ കോർട്ടിലേക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം റെഫറൻസ് പോകാം, സെക്ഷൻ 10 അനുസരിച്ച് അല്ലെങ്കിൽ സെക്ഷൻ 2A അനുസരിച്ച്. ഇതൊരു സത്യത്തിൽ ഒരു ജുഡീഷ്യൽ റിവ്യൂ മാത്രമല്ലേ ലേബർ കോർട്ടിന്റെ അപ്പലേറ്റ് റെമഡി അല്ലല്ലോ, ഇതൊരു ജുഡീഷ്യൽ. അപ്പോ എന്റെ സംശയം അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ 11A ഡിസ്കസ് ചെയ്യേണ്ടി വരും. 11A ഡിസ്കസ് ചെയ്യാൻ, ദാറ്റ് ഇസ് ദ പവർ, ദ സ്റ്റോറേജ്, ഓർ വി ക്യാൻ സേ ദി പവേഴ്സ് ദാറ്റ് ആർ വെസ്റ്റഡ്, ദ റിസർവോയർ ഓഫ് പവർ സോ ഫാർ ആസ് ദി അഡ്ജുഡിക്കേറ്ററി ബോഡീസ് ആർ കൺസേൺ. ഇത് നമ്മൾ ILOയുടെ പല ഡിസ്കഷൻ വെച്ച് നോക്കിയാൽ തന്നെ ഈ 11A ഹിദായത്തുള്ളയുടെ ഒരു ജസ്റ്റിസ് ഹിദായത്തുള്ളയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, ഫയർ സ്റ്റോൺ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ആ കേസ് നോക്കിയാൽ മതി. അതിലെന്താ പറയുന്നത് പറഞ്ഞാല്, ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ, ഇത് ആദ്യം പണിഷ് ചെയ്ത് എംപ്ലോയർ പണിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അപ്പലറ്റ് ബോഡി ആയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. This shall act as a body to examine the act or conduct of the employer in terminating the service. അപ്പൊ ഇത് ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുന്ന, അത് ഒറിജിനൽ ആയിട്ടുള്ള, കാരണം നമ്മൾ ID ആക്ടിന്റെ പൂർവികരാണ് ട്രേഡ് ഡിസ്പ്യൂട്ട് ആക്ട്, അതിലും ഈ പ്രൊവിഷൻ ഇല്ലായിരുന്നു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിലും ഒറിജിനലി 11A ഇല്ലായിരുന്നു. ഈ റിസർവോയർ ഓഫ് പവർ ഇല്ല, അതായത് ഇന്റർഫിയർ ചെയ്യാം, സെറ്റ് അസൈഡ് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള പവേഴ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇത് 71 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇതിൽ പറയുന്നത് ഇതൊരു അപ്പലറ്റ് ബോഡി അല്ല. ഇറ്റ് ഷാൽ ആക്ട് as an authority or an adjudicator to look into the decision of the employer with ample power to interfere with the punishment.
കുറയ്ക്കാം, സെറ്റ് അസൈഡ് ചെയ്യാം, റീഇൻസ്റ്റേറ്റ്മെന്റ് ഓർഡർ എല്ലാം അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ശരി, മനസ്സിലായി സാർ. എനിക്ക് ഒരു സംശയം കൊണ്ടുണ്ട്. മനസ്സിലായത് വ്യക്തമാണ്. ഒരു സംശയം ഉണ്ടെന്ന് വെച്ചാൽ ഈ സത്യത്തിൽ ലേബർ കോർട്ടിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻക്വയറി നടപടികളുടെ ഒരു അപ്പലേറ്റ് അതോറിറ്റി അല്ല, എൻക്വയറിയിലെ ഫൈൻഡിങ്സിന്റെ. അങ്ങനല്ല, അത് ടു ടയർ ആണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടീഷൻ സൂട്ട് ഫയൽ ചെയ്യുന്നത് പോലെ പ്രിലിമിനറി ഡിഗ്രി പാസ്സാക്കും. ദാറ്റ് ഇസ് വാലിഡിറ്റി ഓഫ് ഇന്ന് ഞാൻ എൻക്വയറി പറഞ്ഞല്ലോ, എൻക്വയറി നടത്തുന്നു, എൻക്വയറി റിപ്പോർട്ട് ഹാജരാക്കുന്നു. The Labour Court will first of all pass a preliminary decree, preliminary award with respect to the sanctity of the enquiry findings. ആ എൻക്വയറി പ്രോപ്പർ ആണോ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി അവാർഡ് പാസ്സാക്കും. ആ പ്രിലിമിനറി അവാർഡ് രണ്ട് പോസിബിലിറ്റി ആണ്. ഒന്ന്, എൻക്വയറി സെറ്റ് അസൈഡ് ചെയ്യും. എൻക്വയറി സെറ്റ് അസൈഡ് ചെയ്യുവാണെങ്കിൽ ദെൻ അവിടെയാണ് വീണ്ടും ഒരു യുണീക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ദ എംപ്ലോയർ can seek for a second opportunity. They can adduce fresh evidence to prove the charges leveled against the employee. ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഒരു പ്ലീഡിംഗ് ഉണ്ടാവണം. അതാണ് ഒരു പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ, ലേബർ കോടതി പറയുകയാണ് എൻക്വയറി ഈസ് പെർഫെക്റ്റ്ലി വാലിഡ് ആൻഡ് ലീഗൽ എന്ന് പറഞ്ഞാൽ then the remaining aspect is only to decide the quantum of punishment. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അപ്പലേറ്റ് ബോഡി എന്ന് പറയുന്നതില്ല, അർത്ഥമില്ല. കാരണം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ജഡ്ജ് ചെയ്യുവാണ്, വീണ്ടും എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്ത് തീരുമാനിക്കാം. അതുകൊണ്ട് പ്യുവർലി അപ്പലേറ്റ് ബോഡി എന്ന് പറയുന്നത് ഒരു മിസ്നോമർ ആയിരിക്കും. മനസ്സിലായി സാർ. ഒരു ചെറിയ സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ എൻക്വയറി പ്രൊസീഡിങ്സിന്റെ നാച്ചുറൽ ജസ്റ്റിസ് വയലേഷൻ അതിനകത്തൊക്കെ ഇന്റർഫിയർ ചെയ്യാം, പക്ഷേ എൻക്വയറിക്ക് അകത്തുണ്ടായിരുന്ന ഫൈൻഡിങ്സിനെതിരായിട്ട് ഒരു അപ്പലേറ്റ് അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് സെക്ഷൻ 18 അനുസരിച്ചിട്ട് ഷോപ്സ് ആക്ടിന്റെ അതോറിറ്റിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, കഴിയില്ല ലേബർ കോഡ് ആക്ട്. അതാണ് കാരണം എൻക്വയറിയുടെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എൻക്വയറി റിപ്പോർട്ടിനെ ചലഞ്ച് ചെയ്യാൻ രണ്ട് മാർഗമേ ഉള്ളൂ. രണ്ട് ഗ്രൗണ്ട്സ്. ഫസ്റ്റ് ഗ്രൗണ്ട് ഇസ് പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി, പ്രൊസീജിയർ കംപ്ലൈ ചെയ്തിട്ടില്ല. ദ സെക്കൻഡ് ഗ്രൗണ്ട് ഇസ് പെർവേഴ്സിറ്റി ഇൻ അപ്രീഷിയേറ്റിംഗ് എവിഡൻസ്. ഒന്ന്, ഫ്രണ്ടിലുണ്ടായിരുന്ന എവിഡൻസ് കണ്ടില്ല എന്ന് നടിച്ചു, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന എവിഡൻസിന്റെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഈ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഈ പ്രൊസീജിയർ ഇറഗുലാരിറ്റിയും പെർവേഴ്സിറ്റി ഇൻ അപ്രീഷിയേറ്റിംഗ് എവിഡൻസ് ആണ് ഈ ഗ്രൗണ്ട് ആയിട്ടുള്ളത് ഇതിനെ ചലഞ്ച് ചെയ്യാൻ. ഈ രണ്ട് ഗ്രൗണ്ട് തന്നെയാണ് നമ്മൾ ലേബർ കോടതിയിലും റൈസ് ചെയ്യേണ്ടത്, ഈ സെക്ഷൻ 18ലും ഇതാണ് റൈസ് ചെയ്യേണ്ടത്. ഈ അഡ്ജുഡിക്കേറ്ററി ബോഡീസ് പരിഗണിക്കേണ്ടതും ഇതാണ്. ക്ലിയർ അല്ലേ? ഒരു സംഗതി, ഈ ക്ലബ്സിൽ ഫോർ എക്സാമ്പിൾ രാമവർമ്മ ക്ലബ്ബ്, ഈ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്ന ക്ലബ്ബുകൾ, അതൊക്കെ ഈ ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ വരും. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. അതെ സാർ, അതായത് ഇപ്പൊ ഈ ക്ലബ്സ് ഉണ്ടാവില്ല, ഇപ്പൊ രാമവർമ്മ ക്ലബ്ബ്, അത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ പ്രൊവൈഡ് ബാർ ഉണ്ടാവും, ഫെസിലിറ്റീസ് വേറെ മറ്റേ ഷോപ്പുമാരുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ടിൽ കവർ ചെയ്യാൻ പറ്റും. അത് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ഷൻ ആണ്. മെമ്പേഴ്സിന് ഞാൻ പറയുന്നത് കേൾക്കാവോ? മെമ്പേഴ്സിന് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നു വിത്തൗട്ട് intention of making profit. If services are provided strictly to members alone, we can say that it is not falling under the ambit of shop or commercial establishment. But എനിക്കൊരു ഗസ്റ്റിനെ കൊണ്ടുപോവാം, അയാളുടെ പൈസ മേടിച്ച് ഫുഡ് കൊടുക്കുന്നു, കഴിഞ്ഞു. വരും. അതാണ് അതിന്റെ പൊസിഷൻ. സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ക്ലബിലെ മെമ്പേഴ്സിന് മാത്രം കൺഫൈൻ ചെയ്യുന്നു. Then the position is the other side, other way around. Sir, ഒരു ഡൗട്ട്. എന്റെ പേര് ദിപൻ, ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ലോ അക്കാഡമിയിൽ. സാർ, നമ്മൾ ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിൽ ഈ ആക്ട് എത്രമാത്രം അപ്ലിക്കബിൾ ആണ്? ഈ ഷോപ്പ് ആക്ടിലോ? അതെ. അതിന്റെ അകത്ത് ഞാൻ സെക്ഷൻ തന്നെ വായിച്ചേക്കാം, അപ്പൊ ക്ലിയർ ആവും. സ്പെസിഫിക് ആയിട്ട് അത് പറയുവാണ്, കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ പിന്നെ മറക്കത്തില്ല. ഞാൻ മൂന്നാമത്തെ വാക്ക്, കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് മീൻസ് എ കമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ഓർ ട്രേഡിംഗ് ഓർ ബാങ്കിങ് ഓർ ഇൻഷുറൻസ് എസ്റ്റാബ്ലിഷ്മെന്റ്.
Clear? Okay. An establishment or administrative service in which person employed mainly office work. Clear? Okay. Clear. Okay, clear. Both sir, അങ്ങനെയാണെങ്കിൽ Sreeram sir, questions ഇല്ലെങ്കിൽ ഒന്ന് പ്രമോദ് ഒരു vote of thanks. now 30 minutes ആയി. നമ്മുടെ ഷെഡ്യൂൾ ടൈം ക്രോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാന്നാ തോന്നുന്നത്. അപ്പോ thank you Advocate Till Sreeram for being with us once again as a labor laws part 2. I think you handled 3 laws, especially in the Kerala statutes. We hope that on another day also you have to join for taking other statutes also. So with that request, expressing our sincere thanks for joining with us today also. Thank you all participants. Thank you Srinath sir, Chairman of the Seminar Committee. Good night all. See you next week, next Sunday evening. Thank you. Thank you. Thank you from my side. Thanks a lot. Thanks a lot for providing such an opportunity for sharing my views with the August audience. Thanks a lot. We all enjoyed them, sir. It was very nice. Thank you, sir. Thank you, sir. Thank you, sir. Thank you. പ്രസാദ് എന്നാ ക്ലോസ് ചെയ്തോളൂ കേട്ടോ. Thank you. Thank you.